ഇന്ന് എൻ്റെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയാം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ലൊരു കാര്യം നടന്നു. പക്ഷേ ഈ ഒരു കാര്യം കുറച്ച് ലേറ്റ് ആയിട്ടാണ് നടന്നത്. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അതിൻ്റെ അകത്ത് അങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാറില്ല. ഞാനിവിടെ വന്നിട്ട് ഇപ്പം 7 വർഷം ആവാറാവുന്നു. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് പറ്റിയ അബദ്ധങ്ങളും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് വന്നേനിരുന്നു എന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പം എനിക്കിവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ എക്സ്പീരിയൻസസ് അങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുമെന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വീഡിയോസായിട്ട് ഇടാറുള്ളൂ. നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ പുതിയതായിട്ട് വന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് അറിയണ്ടാവില്ല. അപ്പം നമ്മൾ വിചാരിക്കും നാട്ടിൽ നിൽക്കുന്ന സമയത്ത് അവിടെ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഇതെങ്ങനെയായിരിക്കും ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചില സമയത്തൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് ഈ ഒരു കാര്യം കുറച്ച് മുന്നേ അറിയുമായിരുന്നുണ്ടായിരുന്നെങ്കിൽ അതെൻ്റെ ലൈഫിനെ കുറച്ചും കൂടി ഈസി ആക്കിയാനായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ വീഡിയോസായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ നിങ്ങൾ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഞാനിങ്ങനെ സംസാരിക്കാറുള്ളൂ. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല. പക്ഷേ ഇന്ന് അങ്ങനെ ഉള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. വേറൊന്നും കൊണ്ടുമല്ല, ഇന്ന് എൻ്റെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയാം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ലൊരു കാര്യം നടന്നു. പക്ഷേ ഈ ഒരു കാര്യം കുറച്ച് ലേറ്റ് ആയിട്ടാണ് നടന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നേരത്തെ അറിയുമായിരുന്നുണ്ടായിരുന്നെങ്കിൽ അത് എൻ്റെ ലൈഫ് എത്ര ഈസി ആക്കിയായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് തന്നെ വീഡിയോ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ മറന്നു, ഇന്ന് തന്നെ ഞാൻ ആ വീഡിയോ ചെയ്യാം. അപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് സംസാരിക്കാൻ പറ്റുമെന്ന് ഞാനങ്ങ് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണേ. ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ബെഷേഫ്റ്റിഗുങ്സ് ഫെർബോട്ടിലാണ്. ബെഷേഫ്റ്റിഗുങ്സ് ഫെർബോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യമാണ്. ആനുകൂല്യം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമാർക്കും അല്ലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും അമ്മമാർക്കും കുട്ടികൾക്കും ഒക്കെ ഭയങ്കര നിയമപരിരക്ഷ കിട്ടും. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ നേഴ്സ് ആയതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റൽ സെറ്റിങ്ങിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. എന്ന് പറയുമ്പം എനിക്ക് പല ഇൻഫെക്ഷൻസുമായിട്ടും ഇടപഴകേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ പേഷ്യൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിന് എന്തൊക്കെ ഇൻഫെക്ഷൻസ് ഉണ്ടെന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. ഈ കൊറോണ വന്ന സമയം തൊട്ടാണ് ഈ ബെഷേഫ്റ്റിഗുങ്സ് ഫെർബോട്ട് എന്ന് പറയുന്ന കാര്യം കുറച്ചും കൂടെ എല്ലാവർക്കും കിട്ടി തുടങ്ങിയത്. അന്ന് ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ഹോസ്പിറ്റലിലെ എല്ലാ നഴ്സുമാർക്കും കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്റ്റേറ്റിലും എല്ലാ ഹോസ്പിറ്റലുകളിലും ഒന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ ഹോസ്പിറ്റലിലുണ്ട്. നമ്മൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള ഒരു നമ്മുടെ ഗൈനക്കോളജിസ്റ്റിൻ്റെ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദിവസം തൊട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പം നോർമലി ഉള്ളൊരു സ്ഥലത്ത് നമ്മൾ 7 മാസം വരെ നമുക്ക് വർക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ 7 മാസം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ വീട്ടിലിരിക്കേണ്ടി വരിക. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ബെഷേഫ്റ്റിഗുങ്സ് ഫെർബോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫുൾ സാലറിയോടുകൂടി നമുക്ക് ആ തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് വീട്ടിലിരിക്കാം. അവസാനം വരെ അല്ല കേട്ടോ, 7 മാസം വരെ. 7 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു എമൗണ്ടാണ് നമുക്ക് സാലറി ആയിട്ട് കിട്ടുന്നത്. ഞാനാണെന്നുണ്ടെങ്കിലും ഈ പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ അന്വേഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അത് കാരണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഗോ വിത്ത് ഫ്ലോ എന്നുള്ള രീതിക്ക് ഞാനങ്ങ് മുന്നോട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് തുടക്കത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സാധാരണ ആളുകൾക്ക് ഉണ്ടാവുന്ന പോലെ വൊമിറ്റിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര കാലുവേദനയായിരുന്നു. കാലുവേദന വെച്ചാൽ ഒരു കാലിന് ഭയങ്കര വേദനയായിരുന്നു, സയാറ്റിക്ക പോലെ. 1 ഗ്രാം വെയിറ്റ് പോലും എനിക്ക് ആ കാലിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലായിരുന്നു. സാധാരണ ആളുകൾക്കൊക്കെ ലാസ്റ്റ് ട്രൈമസ്റ്ററൊക്കെ ആവുന്ന സമയത്താണ് ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ എനിക്ക് തുടക്കത്തിൽ ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് ഉണ്ടായിട്ടുള്ളൂ. എന്നാലും അതെനിക്കൊരു ഭയങ്കര വലിയ പ്രശ്നമായിരുന്നു. എൻ്റെ ലൈഫിനെ ബാധിച്ച പ്രശ്നമായിരുന്നു. എൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ഞാനിങ്ങനെ ഭയങ്കരമായിട്ടൊരു സോഫയിൽ ഒതുങ്ങിപ്പോയ പോലത്തെ ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഞാനാണെങ്കിൽ കുറേ കഷ്ടപ്പെട്ടു. എനിക്കറിയത്തില്ലായിരുന്നു. ഞാനിവിടെ പല സ്ഥലത്തും പോയി. പക്ഷേ എന്നെ അങ്ങനെ ആർക്കും അങ്ങനെ ഒരു പരിധിക്കുള്ളിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് എനിക്കതൊക്കെ ഓക്കെ ആയിട്ട് ഇപ്പോൾ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെ ആയി പോയത്. ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പറഞ്ഞാലാണ് ഇത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ കുറച്ച് വിശദമായിട്ട് പറഞ്ഞത്. ഇന്ന് എനിക്ക് ഹെബാമയുടെ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. ഹെബാമ എന്ന് പറഞ്ഞാൽ നേഴ്സാണ്. പക്ഷെ അവർ ഈ ഒരു പ്രഗ്നൻസി, ഡെലിവറി, കുട്ടി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് പഠിച്ചേക്കുന്ന ആളുകളാണ് ഈ ഹെബാമ്മമാരെന്ന് പറയുന്നത്. അപ്പം നമുക്ക് 3 മാസം ആകുമ്പോഴാണ് നമ്മുടെ പ്രഗ്നൻസി ഇവിടെ കൺഫേം ചെയ്യുന്നത്. പ്രഗ്നൻസി കൺഫേം ആയി കഴിയുമ്പോൾ തൊട്ട് നമുക്ക് ഹെബാമേനെ നോക്കി തുടങ്ങാം. അല്ലെങ്കിൽ 5 മാസമൊക്കെ ആവുന്ന സമയം തൊട്ട് നോർമൽ പ്രഗ്നൻസീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെബാമേനെ നോക്കി തുടങ്ങാൻ പറ്റും. ശരിക്കും ഇവരെന്ന് പറയുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. എനിക്കിതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു.
അപ്പോൾ എനിക്കിങ്ങനെ ഇൻഫർമേഷൻ കിട്ടി നമ്മൾ ഹെബാമേനെ നോക്കണം എന്നുള്ള കാര്യം. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ ഗൂഗിളിൽ നോക്കി ഹെബാമ, അടുത്തുള്ള ഹെബാമ ആരാണെന്ന്. അപ്പം നല്ല റേറ്റിംഗ് ഉള്ള ഒരാളെ നോക്കി ഞാൻ ഫോൺ വിളിച്ചു, അപ്പോയിൻമെൻറ്റ് എടുത്തു. അപ്പം എനിക്കറിയില്ലായിരുന്നു എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഹെബാമ കുട്ടി ഉണ്ടായതിന് ശേഷമാണ് വരുന്നതെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. അപ്പം ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ശരിക്കും അവരുടെ റെസ്പോൺസിബിലിറ്റി വരുന്നത് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുട്ടി വന്നതിന് ശേഷമാണ്. പക്ഷേ അതിന് മുന്നേ നമുക്ക് പരിചയമില്ല. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ വന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇന്ന് 11 മണിക്ക് എനിക്ക് ഹെബാമയുടെ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹെബാമ വീട്ടിൽ വന്നു, ഞങ്ങൾ പരിചയപ്പെട്ടു, എൻ്റെ കാര്യങ്ങൾ, ഹിസ്റ്ററി, എല്ലാ കാര്യങ്ങളും ചോദിച്ചു. ഒരു 1-1.5-2 മണിക്കൂർ നേരം ഇരുന്ന് ഇതിനെക്കുറിച്ച് തന്നെ വിശദീകരിച്ച് സംസാരിക്കുകയാണ്. അപ്പം ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ എൻ്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞു വെച്ചാൽ തുടക്കകാലത്തുണ്ടായിരുന്ന എനിക്കുണ്ടായിരുന്ന പെയിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ ആൾ പറഞ്ഞു, നമ്മൾ പരിചയപ്പെടുന്നത് കുറച്ച് ലേറ്റ് ആയിപ്പോയി, ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഓക്കെ ആയതുകൊണ്ട് പിന്നൊന്നും ചെയ്യേണ്ട പ്രശ്നമൊന്നുമില്ല. പക്ഷേ അന്ന് നീ എന്നെ കോൺടാക്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ ഒരു ഭയങ്കരമായിട്ട് സഹായിക്കാൻ പറ്റിയേനായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ വിചാരിച്ചു, ഇനിയിപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാവിയിൽ ഇനി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊന്നും അങ്ങനെ ഒരു അറിവുണ്ടാവണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് ഒരുപാട്, ഈവൻ ഞാൻ നേഴ്സാണെന്നുണ്ടെങ്കിലും എനിക്കും നമുക്ക് ആദ്യത്തെ കുട്ടിയാകുമ്പോൾ നമുക്കങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയത്തില്ല. അപ്പം നമ്മുടെ ലൈഫിൽ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അപ്പം എനിക്കും കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറൊരു പ്രൊഫഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും അറിയില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറയാം. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ക്രാങ്കൻ കാസയിൽ നിന്ന്, എന്ന് വെച്ചാൽ ഇൻഷുറൻസിൽ നിന്ന് ഇതിൻ്റെ പേയ്മെൻ്റ് എല്ലാം ഇൻഷുറൻസുകാരാണ് ചെയ്യുന്നത്. നമ്മൾ 1 രൂപ പോലും അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ടോട്ടൽ 16 പ്രാവശ്യം അവർ നമ്മുടെ അടുത്ത് വരുമെന്നാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പം ഇപ്പം ഓൾറെഡി വന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ എന്ന് വെച്ചാൽ ഇൻഷുറൻസുകാർ തന്നെ ഇവർ പേ ചെയ്യുന്ന ഗബൂട്ട് ഫോർബറൈറ്റും കോഴ്സുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഡെലിവറി ആവുന്നതിന് മുന്നേ അതിന് പ്രിപ്പറേഷൻസും കാര്യങ്ങളും തരാൻ വേണ്ടിയിട്ട് കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് നമുക്ക് പങ്കെടുക്കാം. ഇപ്പം ആദ്യത്തെ അമ്മമാരൊക്കെ ആകുമ്പോൾ അവർക്ക് അങ്ങനെ അറിയത്തില്ല, ആദ്യത്തെ ഡെലിവറി ആവുന്ന സമയം നമുക്ക് അറിയാൻ പാടില്ല. അപ്പം അങ്ങനെ പോയി നമുക്ക് ആ കോഴ്സ് അറ്റൻഡ് ചെയ്യാം. അതൊക്കെ ജർമ്മൻ കോഴ്സാണ് കേട്ടോ. അതുപോലെ കുട്ടി ഉണ്ടായതിന് ശേഷം എല്ലാവർക്കും തന്നെ നടുവിന് വേദനയും കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അവിടുത്തെ അതിനൊക്കെ ഓക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള ഗിംനാസ്റ്റിക്കും കാര്യങ്ങളും, വിത്ത് കുട്ടി വിത്തൗട്ട് കുട്ടി ഒക്കെയുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഭയങ്കര ബെനഫിഷ്യലാണ് ശരിക്കും പറഞ്ഞാൽ. അത് മാത്രമല്ല കോസ്റ്റ് ക്രാങ്കൻ കാസയാണ് കൊടുക്കുന്നത്, അതും ഒരു പോസിറ്റീവ് കാര്യമല്ലേ. അപ്പം അങ്ങനത്തെ നല്ല ഗുണങ്ങൾ ഹെബാമമാരെ കൊണ്ടുണ്ട്. പിന്നെ അതുപോലെ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഗൂഗിൾ നോക്കരുത് ഒരിക്കലും. നിനക്ക് എന്ത് സംശയം വന്നോ, നിനക്ക് എവിടെ വേദന വന്നോ, നിനക്ക് എന്ത് ഡിസ്കംഫോർട്ട് വന്നോ, നീ എന്നെ വിളിക്കുക, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്നാണ് അവർ പറയണത്. എപ്പോൾ വേണേൽ നീ വിളിച്ചോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പം അതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ അമ്മമാരൊക്കെ നമ്മളോട് പറഞ്ഞതല്ലേ, അതുപോലത്തെ ഒരു ഫീലാണ്. അല്ലാണ്ട് ഒരു തരത്തിലും ഒരു ഡിസ്കംഫോർട്ടും ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ ആദ്യം വരുന്ന സമയത്ത് ഞാൻ ചോദിച്ചു ഈ കുഞ്ഞു ഡൗട്ടൊക്കെ എങ്ങനെ ചോദിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ അവർ വന്ന് നമ്മളോടുള്ള ഇടപെടലും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആവും. അപ്പം നമുക്ക് അവരോട് ചോദിക്കാനും പറയാനും ഒക്കെ പറ്റും. അവരെല്ലാ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ചെയ്തു തരും. ഇപ്പം ഈവൻ ഇന്ന് വന്നിട്ടാണെന്നുണ്ടെങ്കിലും ബേബിയുടെ ഹാർട്ട് ബീറ്റൊക്കെ കേൾപ്പിച്ചു, അവരെല്ലാം ഓക്കെ ആണോ എന്നൊക്കെ നോക്കി. പിന്നെ BP ചെക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് കുറച്ച് BP കുറവായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ കുറച്ച് കോഫി കുടിക്കണം, പിന്നെ വെള്ളം നല്ലതായിട്ട് കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു. ഫുഡ് കഴിക്കണം, കറക്റ്റ് സമയത്ത് കഴിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എനിക്ക് ഷുഗർ കുറച്ച് പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഷുഗർ കുറവാണ്, നോർമലി എനിക്ക് കുറവാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ നമ്മളെ ഭയങ്കരമായിട്ട് അവർ എഡ്യൂക്കേറ്റ് ചെയ്യും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. അതുപോലെ അത്രയും നല്ല കാര്യമായിട്ട് ശരിക്കും അവർ ടച്ച് ചെയ്ത് നമ്മളെ നോക്കും. ശരിക്കും നോക്കി കണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കും. അതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് അങ്ങനെയൊക്കെ ചോദിച്ച് കുറേ നേരം ഒരു ഫ്രണ്ടിനെ പോലെ ഒരു അമ്മേനെ പോലെ ഇങ്ങനെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. അതുപോലെ അവർ തന്നെ ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ കോഴ്സിന് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പഠിപ്പിക്കും. അതുപോലെ ഇനി എന്താണ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും, ഇനി കുട്ടി ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അവരിങ്ങനെ പറഞ്ഞു തന്നു. അതുപോലെ വെച്ചാൽ ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ജർമ്മനിയിൽ നല്ല നമ്മുടെ നാട്ടിലല്ലാത്ത വേറെ എല്ലാ സ്ഥലത്തും കുട്ടി ആവുന്നതിന് മുന്നേ നമ്മൾ എല്ലാ സാധനങ്ങളും മേടിച്ച് വയ്ക്കും. ആദ്യത്തെ പ്രാവശ്യം ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എന്തൊക്കെ സാധനങ്ങൾ വേണം, എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടാവും. അതുപോലെ വെച്ചാൽ നമുക്ക് ജർമ്മനിയിൽ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. നമ്മളെല്ലാം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ ഉപയോഗിച്ചു അത് കളഞ്ഞേക്കാം അങ്ങനെയല്ല. അവർ ഒന്നെങ്കിൽ ഫർഷങ്കൻ കൊടുക്കും, എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് കൊടുക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇപ്പം വാങ്ങിയ ആ ഒരു ക്യാഷ് അല്ലാണ്ട് അതിൽ നിന്ന് കുറച്ച്
റിഡക്ഷൻ കൊടുക്കുന്നു. എനിക്കെല്ലാം ജർമ്മൻ വരുമോ സംസാരിക്കുമ്പോൾ, അത് ഞാൻ ചില വാക്കുകൾ. അപ്പം ഞാൻ ആ ജർമ്മൻ സംസാരിക്കാതിരിക്കാൻ വേണ്ടി ഇംഗ്ലീഷും മലയാളമൊക്കെ കൂടി ഇങ്ങനെ തപ്പുന്നത് കൊണ്ടാണ് എനിക്ക് തപ്പി വരുന്നത്. അപ്പം അങ്ങനെ ഒക്കെ പറഞ്ഞു തരും. അപ്പം അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ നമ്മളിങ്ങനെ എല്ലാം അങ്ങോട്ട് വാരിപ്പറക്കി മേടിച്ച് കൂട്ടി വെക്കത്തില്ല. അപ്പം അങ്ങനെയൊന്നും മേടിക്കേണ്ട, ഇന്ന സാധനങ്ങളൊക്കെ മേടിച്ചാൽ മതി, അല്ലെങ്കിൽ ഇന്ന സാധനമാണ് നല്ലത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒക്കെ പറഞ്ഞു തരും. അതുപോലെ പറഞ്ഞു, ഇപ്പോൾ ഇൻ കേസ് ഇനി ഭാവിയിലോട്ട് നടുവിന് വേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നീ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ കിടക്കണം, ഇങ്ങനെ എണീക്കണം, നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഇനി അപ്പോയിൻമെൻറ്റിന് വരാമെന്ന് വെച്ചാൽ ഇനിയും വരാം, നിനക്ക് ഇതുണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും. എനിക്കറിയില്ല, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഇന്നത്തെ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വളവളവളാന്ന് ഇങ്ങനെ ഇതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കണേ. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ എനിക്കൊരു കംപ്ലയിൻറ്റ് പറയാനില്ല. എനിക്ക് എൻ്റെ സംശയങ്ങളെല്ലാം ഞാനിങ്ങനെ ചോദിച്ചു. പുള്ളിക്കാരത്തിയാണെന്നുണ്ടെങ്കിലും എന്നെ കുറേ കാര്യങ്ങൾ സഹായിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും ഇത് ചെറുത് കാര്യമല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ എന്നാ ആ ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കര എഫക്റ്റ് ഉണ്ടാവും. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞാൻ ഭയങ്കര സന്തോഷമാണിന്ന് എനിക്ക്. കാരണം കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയുമ്പം കേൾക്കുമ്പോൾ ഒക്കെ നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ അറിയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്തത്. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഇനി പ്രഗ്നൻ്റ് ആവാൻ പോകുന്ന ആൾക്കാരും ഇത് എപ്പോഴെങ്കിലും വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ ഹെബാമേനെ സൂഹൻ ചെയ്യുക, ഹെബാമേനെ ബുക്ക് ചെയ്യുക, അവരുമായിട്ടൊരു കോൺടാക്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വിളിച്ച് ഹെബാമേൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാൻ പറ്റും. അവർ നമ്മുടെ വീട്ടിൽ വരും, നമ്മളെ നോക്കും, നമ്മുടെ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ എനിക്കും കറക്റ്റായിട്ട് അറിയില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാനിനി എക്സ്പീരിയൻസ് ചെയ്യുമ്പം നല്ല കാര്യങ്ങളാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അല്ലെങ്കിൽ നമുക്കത് യൂസ്ഫുൾ ആവും എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ അത് ഭാവിയിൽ ഉള്ള ആളുകൾക്കും കുറേ ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. അങ്ങനെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഇന്ന് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇത് ഹെൽപ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. കറക്റ്റായിട്ട് നമ്മുടെ ക്രാങ്കൻ കാസയാണ്, എന്ന് വെച്ചാൽ ഇൻഷുറൻസ് ആണ് ഇതിന് പേ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഒരു സർവീസ് നമുക്ക് കിട്ടും, നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഒരു സർവീസാണ്. അപ്പോൾ ആരും അത് പാഴാക്കി കളയരുത്, എല്ലാവരും എടുക്കുക. അപ്പം നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും എൻ്റെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് എല്ലാം പറഞ്ഞു തരാം. കാരണം എക്സ്പീരിയൻസ് ചെയ്യാതെ പറയാൻ എനിക്കറിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കും എന്നോർത്ത് പറയുമ്പോൾ അങ്ങനെ അല്ലെങ്കിലോ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം പറയുന്നതല്ലേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞുതരാം. ഇത് ഹെൽപ്ഫുൾ ആവും എന്നാണ് ഞാൻ വിചാരിക്കണേ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് തന്നെ. ഇനി എന്തെങ്കിലും കണ്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, ഞാനത് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.